എല്ലാ കൂട്ടുകാർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു സമയത്ത് നമ്മുടെ വ്യക്തിയുടെ മിഡ് നൈറ്റ് തോട്ട്സ് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. രാത്രി കിടക്കാൻ പോകുന്ന സമയത്ത് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് കാർഡ്സ് വെക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഏതെങ്കിലും കാർഡ് സെലക്ട് ചെയ്യാം. നിങ്ങളെ വ്യക്തിയെ മനസ്സിൽ ഓർക്കുക, അവരുടെ പേര് നിങ്ങൾ മനസ്സിൽ നന്നായിട്ട് ഓർക്കുക, അവരുടെ മുഖം നല്ലതുപോലെ ഓർക്കുക. അങ്ങനെ ഓർത്തിട്ട് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്ന ഏതെങ്കിലും ഒരു കാർഡ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ കാർഡ് സെലക്ട് ചെയ്തു എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്കപ്പോൾ ആദ്യത്തെ കാർഡ് നോക്കാം. ഇത് പൈൽ 1, പൈൽ 2, പൈൽ 3 ആൻഡ് പൈൽ 4. അപ്പോൾ നമുക്കൊന്ന് നോക്കാം ആദ്യത്തെ കാർഡിന് എന്താണ് പറയാനുള്ളത്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ, അതായത് നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് കൺഫ്യൂഷനാണ് ഉള്ളത്. ഒരു വിവാഹത്തിന് യെസ് പറയണോ, ഇനിയിപ്പോൾ ലവ് അഫെയറിൽ പ്രപ്പോസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അതിന് യെസ് പറയണോ നോ പറയണോ എന്നൊരു കൺഫ്യൂഷനിലാണ് നിങ്ങളുടെ വ്യക്തിയുള്ളത്. ഈ കാർഡ് സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർ പൊതുവെ ഒരു ലവ് അഫെയറിൽ തന്നെയായിരിക്കും. പക്ഷേ ഇത് അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ ബ്രേക്കപ്പിലേക്കാണോ പോകുന്നത്, ഇതിന് ചിലപ്പോൾ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കാം. ഒന്നില്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലോ നിങ്ങളുടെ വ്യക്തിയുടെ ലൈഫിലോ വേറൊരു പാർട്ടി വന്നിട്ടുണ്ടാവാം. അതൊരു റൊമാൻറ്റിക് കണക്ഷൻ ആവാനും സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്, ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ, വിവാഹത്തിലേക്ക് പോകണോ. ചില കേസിൽ ഒരു പക്ഷേ എൻഗേജ്മെൻറ്റ് വരെ എത്തിയിട്ടുണ്ടാവും. പക്ഷേ ഈ എൻഗേജ്മെൻറ്റ് ശേഷമായിരിക്കും ഈ ഒരു തോട്ട് വന്നത്, ഇനി ഇത് കണ്ടിന്യൂ ചെയ്യണോ അതോ ബ്രേക്കപ്പ് ആവണോ എന്നൊരു ചിന്ത നിങ്ങളുടെ വ്യക്തിയിൽ വളരെ സ്ട്രോങ് ആയിട്ടാണ് ഉള്ളത്. രണ്ടാമത്തെ കാർഡ് കിട്ടിയിരിക്കുന്നത് മെസ്കുലിൻ എനർജിയാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാവുന്നത് ഈ കാർഡ് എടുത്തിട്ടുള്ള മോസ്റ്റ്ലി സ്ത്രീകളാവാനാണ് സാധ്യത. നിങ്ങളുടെ ഒരു ഇതിൽ കാണുന്നത് ഒരു ഇംബാലൻസ് കാണുന്നുണ്ട്. നിങ്ങളുടെ വ്യക്തിയിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു റിലേഷൻഷിപ്പിൽ ആണുങ്ങൾ അല്ലെങ്കിൽ ആൺ സുഹൃത്തുക്കൾക്ക് കുറച്ചും കൂടെ സ്ട്രോങ് മസ്കുലിൻ എനർജി. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളിലായിരിക്കും എല്ലാത്തിനും ഒരു സ്ട്രോങ് സെൻസ് ഉണ്ടാവും. അല്ലെങ്കിൽ അവർ എപ്പോഴും ഒരു സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്ന് വേണമെങ്കിൽ പറയാം. അല്ലെങ്കിൽ അവരുടെ എനർജി വളരെ കൂടുതലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. നിങ്ങളുടെ വ്യക്തി പറയുന്ന കാര്യങ്ങളെ നിങ്ങൾ ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങളുടെ വ്യക്തി എന്ത് പറയുന്നോ അത് തന്നെ ഫൈനലി നിങ്ങൾ ചെയ്യുമെന്ന് നിങ്ങളുടെ വ്യക്തിക്കും അറിയാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്താണ് ഇഷ്യൂ എന്ന് ചോദിച്ചാൽ ഒരു ബാലൻസ്ഡ് റിലേഷൻഷിപ്പ് ആയിരിക്കില്ല. ഒരു നല്ല ലവ് അഫെയർ അല്ലെങ്കിൽ നല്ലൊരു ബന്ധം എന്ന് പറയുന്നത് ഇക്വാലിറ്റി ഉള്ള ഒരു റിലേഷൻഷിപ്പാണ്. ഇപ്പോൾ നിങ്ങളുടെ എനർജി നോക്കിയിട്ടുണ്ടെങ്കിൽ മസ്കുലിൻ എനർജി അല്ലെങ്കിൽ ഫെമിനിൻ എനർജിയാണ് കൂടുതലെങ്കിൽ ആ റിലേഷൻഷിപ്പ് ഒരിക്കലും സക്സസ്ഫുൾ ആവാനായിട്ട് സാധ്യത വളരെ കുറവാണ്. അതല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ബാലൻസ് ആയിരിക്കണം. നമ്മളൊരു സർക്കിൾ എടുക്കുമ്പം എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ മറ്റൊരു എനർജി വന്ന് ഫില്ല് ചെയ്യുന്നതാണെങ്കിലും കുഴപ്പമില്ല. പക്ഷേ സാധാരണ രീതിയിൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ അത് ബ്രേക്കപ്പിലേക്ക് മെല്ലെ പോവും. അപ്പോൾ ഫസ്റ്റ് കാർഡ് എത്തിയിരിക്കുന്നവർക്ക് മനസ്സിലാവുന്നത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ. അപ്പോൾ മോസ്റ്റ്ലി അതൊരു ഇഷ്യൂലേക്കാണ് പോകുന്നത്. ഇനി നമുക്ക് ടൈം ലൈൻ നോക്കാം. ഇത് കണ്ടിന്യൂ ആവോ അതോ ഇതിനെക്കുറിച്ചൊരു ക്ലാരിറ്റി നിങ്ങൾക്ക് എപ്പോൾ കിട്ടും, നിങ്ങളുടെ വ്യക്തി നിങ്ങളോട് എപ്പോഴാണ് ഒരു ക്ലാരിറ്റി പറയുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഫൈനൽ ഇത് മുന്നോട്ട് പോവോ അതോ വിവാഹത്തിലേക്ക് പോവോ ബ്രേക്കപ്പിലേക്ക് പോവോ അങ്ങനത്തെ ഒരു ആൻസർ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് നെക്സ്റ്റ് ഏപ്രിലാണ്.
ഏപ്രിൽ ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ഇതിനൊരു സൊല്യൂഷൻ വരും. നിങ്ങളുടെ റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യണോ അതോ ഇതങ്ങനെ തന്നെ ബ്രേക്കപ്പ് ആവുമോ, എന്തായാലും നിങ്ങൾക്കൊരു ക്ലാരിറ്റി ഈ വരുന്ന ഏപ്രിലിനുള്ളിൽ നമുക്ക് എന്തായാലും കിട്ടും. രണ്ടാമത്തെ കാർഡ് എടുത്തിരിക്കുന്ന വ്യക്തികൾക്ക് കിട്ടിയിരിക്കുന്നത് നിങ്ങളെക്കുറിച്ചിട്ട് അവർക്ക് എന്തോ ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ തമ്മിലൊരു പിണക്കമുണ്ടായിട്ടുണ്ടാവാം. അപ്പോൾ ആ പിണക്കത്തിൻ്റെ പേരിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ട്രസ്റ്റ് നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എന്ത് പറഞ്ഞാലും അതിനൊരു ഡിഫെൻഡ് ചെയ്ത് സംസാരിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ അത് പറ്റില്ല അങ്ങനെ നിങ്ങളെപ്പോഴും ഡിഫെൻഡ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് അവർക്കത് തീരെ സഹിക്കാൻ പറ്റാത്തത്. കാരണം ചില ആൾക്കാർക്ക് ഒരു മിസ്റ്റേക്ക് പറ്റിയാൽ അത് ആക്സെപ്റ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകാനായിട്ടായിരിക്കും കുറേ പേർക്ക് ഇഷ്ടം. ആക്സെപ്റ്റ് ചെയ്യാതെ ഫൈറ്റ് ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തിരുത്താൻ ശ്രമിക്കുമ്പോൾ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ നിങ്ങളുടെ വ്യക്തിയിൽ എനിക്ക് മനസ്സിലാവുന്നത് എല്ലാം എനിക്ക് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ നീ സ്റ്റിൽ അതിനെ തന്നെ അതാണ് സത്യം എന്നുള്ള മാതിരി സംസാരിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ വ്യക്തി നിങ്ങളെ അടുത്തേക്ക് വരുത്താൻ നോക്കാതെ കുറച്ച് ദൂരത്ത് വെക്കാനായിട്ട് ശ്രമിക്കുകയാണ് ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ. അപ്പോൾ ഇപ്പോഴത്തെ ഒരു ഫീലിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളായിട്ട് സംസാരിക്കുന്ന ഒരു താല്പര്യം ഇല്ലാത്തതായിട്ടാണ് തോന്നുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് തോന്നുന്നത് നിങ്ങൾ പറയുന്ന എല്ലാം ബ്ലഫാണ്, നിങ്ങൾ അഭിനയിക്കുകയാണ്, ഒരു മുഖംമൂടി വെച്ച് സംസാരിക്കുകയാണ് എന്നാണ് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളെക്കുറിച്ച് തോന്നുന്നത്. അപ്പോൾ കുറേ ഇവൻറ്റ്സിലൂടെ കടന്നു പോയിട്ടുണ്ടാവാം, ഒരു പക്ഷേ ക്ലാരിറ്റി ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ റിലേഷൻഷിപ്പിൽ എപ്പോഴും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകുമ്പോൾ വളരെ ക്ലിയർ ആക്കിയിട്ട് മുന്നോട്ട് പോയിട്ടില്ലെങ്കിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസൊക്കെ വരും. ചെറിയ ചെറിയ ഇഷ്യൂസാണ് പിന്നീട് വലിയ ഇഷ്യൂസായിട്ട് മാറുക. അപ്പോൾ ചെറിയ ചെറിയ ഇഷ്യൂസ് വരുമ്പോൾ അപ്പോൾ നമ്മൾ ക്ലാരിറ്റി കൊടുക്കണം, എന്നാൽ മാത്രമേ ഒരു റിലേഷൻഷിപ്പ് നന്നായിട്ട് ത്രൈവിങ് ആവുള്ളൂ അല്ലേ, അല്ലെങ്കിൽ അത് എപ്പോഴും ഇഷ്യൂസിലേക്ക് തന്നെ എത്തും. അപ്പോൾ സെക്കൻഡ് പാർട്ടിലേക്ക് നിനക്ക് എനിക്ക് മനസ്സിലാവുന്നത് നിങ്ങളുടെ വ്യക്തി തൽക്കാലം ഒരു ഡിസ്റ്റൻസ് ഇട്ടാണ് വെക്കുന്നത്, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടു. തേർഡ് പൈൽ അല്ലെങ്കിൽ പൈൽ നമ്പർ 3 കിട്ടിയിരിക്കുന്നത് ക്രോസ് റോഡ്സ് ആണ്. അപ്പോൾ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഉടനെ ഒരു തീരുമാനം വേണം എന്ന് നിങ്ങളുടെ വ്യക്തിയോ അല്ലെങ്കിൽ നിങ്ങളോ പറഞ്ഞിട്ടുണ്ടാവും. അതായത് വിവാഹത്തിലേക്ക് വേണം, ഒന്ന് നിങ്ങൾ ബ്രേക്കപ്പ് ആവുക അല്ലെങ്കിൽ വിവാഹം, അങ്ങനത്തെ ഒരു ഇതിലൂടെ കടന്നു പോകണമെന്നാണ് ഒരു ഇത് കാണുന്നത്. മോസ്റ്റ്ലി ഇപ്പോൾ ഈ വീഡിയോ കാണുന്ന വ്യക്തിയായിരിക്കും ഈ ഒരു ചോയ്സ് കൊടുത്തിട്ടുണ്ടാവും. ഒന്നില്ലെങ്കിൽ വിവാഹത്തിലേക്ക് എത്തിക്കണം അല്ലെങ്കിൽ നമുക്ക് പിരിയാം എന്നൊരു അൾട്ടിമേറ്റം കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഇപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ എഗെയിൻ ആലോചനയിലാണ്, എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല, വിവാഹത്തിലേക്ക് എത്തിക്കണോ. കാരണം ഇവർക്ക് തോന്നുന്നത് ഇവർക്ക് ആ പക്വതയില്ല, വിവാഹത്തിലേക്കുള്ള ആ ഒരു റെസ്പോൺസിബിലിറ്റി എടുക്കാനുള്ള ഒരു ടൈം ആയിട്ടില്ല എന്ന് തോന്നുന്ന ആൾക്കാരാണ് നിങ്ങളുടെ വ്യക്തികൾ. അപ്പോൾ ആ ഒരു കൺഫ്യൂഷൻ ഉള്ളതുകൊണ്ട് മാത്രം കുറച്ച് ഡിലേ വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് അവർ നോക്കുന്നത് ബൈ വെൻ ഇത് സൊല്യൂഷൻ കിട്ടുമെന്നായിരിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഇവർക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ അവരുടെ വ്യക്തി എപ്പോൾ മറുപടി കൊടുക്കും, വിവാഹത്തിലേക്ക് എത്തിക്കുമോ അതോ ബ്രേക്കപ്പ് ആണോ, അപ്പോൾ എന്താണ് യൂണിവേഴ്സിന് പറയാനുള്ളത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു മാസത്തിനുള്ളിൽ നിങ്ങളുടെ വ്യക്തി ആൻസർ പറയുന്നതായിരിക്കും. അപ്പം മോസ്റ്റ്ലി ഒരു വിവാഹത്തിലേക്ക് എത്തുന്നത് പോലെയാണ് തോന്നുന്നത്. അപ്പം മോസ്റ്റ് ഓഫ് യു അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും വരാൻ പോകുന്നത് വിവാഹത്തിലേക്ക് തന്നെയായിരിക്കും. കുറച്ച് ശതമാനം പേർക്ക് അതൊരു ബ്രേക്കപ്പിലേക്ക് പോകാൻ സാധ്യത കാണുന്നുണ്ട്. അത് വളരെ കുറച്ചായിരിക്കും, പക്ഷേ മാക്സിമം ആൾക്കാർക്കും ഈ കാർഡ് എടുത്തിരിക്കുന്നവർക്ക് വിവാഹത്തിലേക്ക് തന്നെ എത്തുന്നതായിരിക്കും. ലാസ്റ്റ് പൈൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു പ്രിൻസ് ചാമിങ്ങും പ്രിൻസസ്സും ആണ്. അപ്പോൾ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമാണ്. നിങ്ങളെ ആദ്യം കണ്ടപ്പോൾ തൊട്ട് ഇപ്പോൾ വരെ ആ ഒരു നോട്ടത്തിലോ ഭാവത്തിലോ ഒന്നും അവർക്കൊരു മാറ്റം വന്നിട്ടില്ല. സ്നേഹം കൂടുന്നതല്ലാതെ കുറയുന്നതായിട്ട് അവർക്ക് ഇതുവരെ തോന്നിയിട്ടില്ല. നിങ്ങളില്ലാതെ പറ്റില്ല. ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. ഈ കാർഡ് എടുത്തിരിക്കുന്ന വ്യക്തിക്ക് ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വ്യക്തി ഒരുപാട് ഇഷ്യൂസിനും ഒക്കെ ശേഷമാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ലവ് റിലേഷൻഷിപ്പിൽ ഓൾമോസ്റ്റ് നിങ്ങളുടെ കുറേ ഇഷ്യൂസ് ഉണ്ടായിട്ടുണ്ട്. നിങ്ങൾ പിണങ്ങിയിട്ടുണ്ട്, പിരിഞ്ഞിട്ടുണ്ട്, പിന്നെയും കൂടി ചേർന്നിട്ടുണ്ട്, നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാട്സപ്പിൽ ബ്ലോക്ക് ചെയ്യുക, അങ്ങനത്തെ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട് നിങ്ങളുടെ ലൈഫിൽ. പക്ഷേ
ഇത് എന്ത് ഇഷ്യൂസ് ആണെങ്കിലും പാസ്റ്റ് ലൈഫിൽ അല്ലെങ്കിൽ പാസ്റ്റിൽ ഒരുപാട് അനുഭവിച്ചിട്ടുള്ള ആൾക്കാരായിരുന്നിട്ടാണെങ്കിലും ഇപ്പോഴത്തെ നിങ്ങളുടെ ഈ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റായിട്ടും ഒരിക്കലും വിട്ടുപിരിയാത്ത രീതിയിലുള്ള ഒരിഷ്ടമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗ് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. വീണ്ടും പുതിയൊരു വീഡിയോയുമായി നമുക്ക് അടുത്തന്നെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.